അപ്പോൾ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന പാഠത്തിന്റെ പാഠാണ് ഫുള്ള് നമ്മൾ എടുത്തത് അല്ലേ. ഇനി അതിന്റെ എക്സസൈസും കാര്യങ്ങളാണ് എടുക്കാനുള്ളത്. അപ്പോൾ ഓക്കെ, ഗ്ലോസറി ശ്രദ്ധിക്കുക. സൈസ്മിക് എന്ന് പറഞ്ഞാൽ എന്താ? സൈസ്മിക് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, റിലേറ്റഡ് ടു ദ വൈബ്രേഷൻ ഓഫ് ദി എർത്ത്, ഭൂമിയുടെ തരിക്കുന്ന അല്ലെങ്കിൽ വിറയലുമായി ബന്ധപ്പെട്ട ആ ഒരു ഇതിനാണ് എന്ത് പറയുക? സൈസ്മിക് ഓർ എർത്തുകേക്ക്, അല്ലെങ്കിൽ ഭൂമി അല്ലെങ്കിൽ ഭൂമികുലുക്കത്തിന്റെ ആ ഒരു വിറയലിനെ കുറിച്ചാണ് എന്ത് പറയുക? സൈസ്മിക് എന്ന് പറയുക. എത്രമാത്രം അത് കുലുങ്ങാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതിനൊക്കെ അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈസ്മിക് എന്ന് ഉപയോഗിക്കുക. ടെക്ടോണിക് ഫോഴ്സസ്. ഇത് ടെക്ടോണിക് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സസ്, ശക്തികൾ അറൈസിങ് ഔട്ട് ഓഫ് ദി മൂവ്മെന്റ്സ്. എങ്ങനെ? ഭൂമിയുടെ ഓഫ് ദി എർത്ത്സ് ക്രസ്റ്റ്, ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും ഓരോ ചലനങ്ങൾ കാരണത്താൽ ഉണ്ടാവുന്ന ഓരോ ശക്തികൾ അല്ലെങ്കിൽ ഓരോ നീക്കങ്ങളാണ്. അതിനാണ് എന്ത് പറയുക? ടെക്ടോണിക് ഫോഴ്സസ് എന്ന് പറയാം. വൾണറബിൾ എന്ന് പറഞ്ഞാൽ എന്താ? വൾണറബിൾ എന്ന് പറഞ്ഞാൽ ആക്രമണത്തിന് വിധേയനാവാൻ സാധ്യതയുള്ള എന്നുള്ള അർത്ഥമാണ്. എന്ന് പറഞ്ഞാൽ അപകടത്തിലായ അല്ലെങ്കിൽ ആക്രമണത്തിന് വിധേയനായ എന്നുള്ള അർത്ഥമാണ്. ഇനി അടുത്ത് പറയാനുള്ളത് എന്താണ്? ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ള പാഠത്തിൽ നിങ്ങൾക്ക് കിട്ടിയ എസ്സേയിലുള്ള നോട്ടുകൾ നിങ്ങൾ ഇതൊക്കെ വായിച്ചിട്ട് എന്ത് ചെയ്യുക? അത് കംപ്ലീറ്റ് ആക്കാനാണ്. ഫസ്റ്റ് പാരഗ്രാഫ്, ഓരോ പാരഗ്രാഫ് വഴി നിങ്ങൾക്ക് കിട്ടിയ പോയിന്റ്സുകൾ ഇതിൽ എന്ത് ചെയ്യാണ്? രേഖപ്പെടുത്താനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? രേഖപ്പെടുത്തിയാൽ മതി. ഇനി ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈറ്റിൽ അടിച്ചു നോക്കിയാൽ മതി. ഈ പാഠത്തിൻ്റെ എക്സസൈസ് എടുത്തു നോക്കിയാൽ അതിൽ കാണിക്കും. ഓക്കെ, അപ്പോൾ ഈ പാഠത്തിൻ്റെ എല്ലാ നോട്ട്സും ഈ സൈറ്റിലുണ്ട്. ഈ സൈറ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ വാട്സപ്പിൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ കാണാൻ നിങ്ങൾക്ക് ഓരോ നോട്ട്സും ഇവിടെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇതനുസരിച്ച് ഞങ്ങൾ എന്ത് ചെയ്താൽ മതി? വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് അടുത്തത് എന്താണ്? ഇനി അടുത്ത് വരാനുള്ളത് ആക്ടിവിറ്റി 2, റൈറ്റിംഗ് എ പ്രിസൈസ്. പ്രിസൈസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രിസൈസ് എന്ന് പറഞ്ഞാൽ ചുരുക്കി ആക്കണീനാണ് എന്ത് പറയുക? പ്രിസൈസ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ചുരുക്കം, യത്ന ചുരുക്കം എന്നൊക്കെ പറയും, അല്ലെങ്കിൽ സമ്മറി. ഇപ്പം നിങ്ങൾ ഈ വായിച്ച ഈ ലേഖനത്തിൻ്റെ യത്ന ചുരുക്കം കൊടുക്കാനാണ് പറഞ്ഞത്. അതിതാ. അപ്പോൾ ഇതിൻ്റെ ഒരു ചുരുക്കം എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ പറഞ്ഞാൽ ഡിസാസ്റ്റേഴ്സ് എന്താണ്? ഒരു മാനവികതയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗം ഈ ഒരു സൈറ്റിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതങ്ങനെ എഴുതുക. പിന്നെ അടുത്തത് ആക്ടിവിറ്റി 3, വാട്ട് ആർ സം ഓഫ് ദി ഡിസാസ്റ്റേഴ്സ്? എന്താണ് ചില ദുരന്തങ്ങൾ? നാച്ചുറൽ, മാൻമെയ്ഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ. എന്ത് തരത്തിലാണെങ്കിലും, പ്രകൃതിപരമായതാണെങ്കിലോ മനുഷ്യരുണ്ടാക്കിയതാണെങ്കിലോ ഇനി അല്ലെങ്കിൽ വ്യാവസായിക ദുരന്തങ്ങളാണ്. യുവർ ലോക്കാലിറ്റി, നിങ്ങളുടെ നാട് ഹാസ് വിറ്റ്നസ്ഡ്, നിങ്ങളുടെ നാട് സാക്ഷ്യം വഹിച്ച ഏതെങ്കിലും ദുരന്തങ്ങൾ ഏതാണ്? ഇൻ ദ ലാസ്റ്റ് 10 years, ലാസ്റ്റ് 10 വർഷങ്ങൾ. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്താണുള്ളത്? വയനാട് ദുരന്തം ഉണ്ടായിട്ടുണ്ട് അല്ലേ. പിന്നെ വാട്ട് ആർ ദ ഇമ്പാക്ട് ഓഫ് ദീസ് ഡിസാസ്റ്റേഴ്സ്? ഈ ദുരന്തങ്ങളുടെ സ്വാധീനം എന്തായിരുന്നു? ഇതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? ഓൺ മാൻ ആൻഡ് നാച്ചർ, മനുഷ്യനും പിന്നെ പ്രകൃതിക്കും. അപ്പോൾ അതിനെന്തെങ്കിലും ഉത്തരങ്ങൾ ഇതിൽ നോക്കിയിട്ട് എന്ത് ചെയ്യുക? ഇത് മൈ ലോക്കാലിറ്റി ഹാസ് വിറ്റ്നസ്ഡ് 2 മേജർ ഡിസാസ്റ്റേഴ്സ്, 2 വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് എന്താണ്? മാൻമെയ്ഡ് ആണ്. വൺ ഈസ് വാട്ടർ പൊല്യൂഷൻ, എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ മലിനീകരണം. ലോക്കൽ ഫാമേഴ്സ് എന്ത് ചെയ്തു? അവരുടെ കൃഷി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും ഒക്കെ ഉപയോഗിച്ചിട്ട് കേട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് രാസവസ്തുക്കളൊക്കെ ഉപയോഗിച്ച് അവർ കൃഷിയും കാര്യങ്ങളൊക്കെ കേട് വന്നിട്ടുണ്ട്. അങ്ങനെ മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പിന്നെ ഈസ് യുവർ ലോക്കാലിറ്റി പ്രിപ്പയർഡ് ടു മാനേജ് എനി പൊട്ടൻഷ്യൽ ഡിസാസ്റ്റർ? ഏതെങ്കിലും ദുരന്തങ്ങൾ വരാനിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ നാട് എന്തിനെങ്കിലും റെഡി ആയിട്ടുണ്ടോ? അതായത് വരുന്നതിന് മുന്നേ കൃത്യമായിട്ട് ഇടപെട്ടിട്ട് അങ്ങനെ തയ്യാറായി നിന്നിട്ടുണ്ടോ? ഇഫ് നോട്ട്, ഇല്ലെങ്കിൽ വാട്ട് പ്രീകോഷൻസ്, എന്തൊക്കെ മുൻകരുതലുകളാണ് ക്യാൻ ബി ടേക്കൺ, എടുക്കേണ്ടതായിട്ടുള്ളത് ടു പ്രിവെൻറ്റ് ആൻഡ് മാനേജ്, കൃത്യമായി കൈകാര്യം ചെയ്യാനും അതേപോലെ തടയാനും, പ്രിവെൻറ്റിനെ തടയാൻ പോസിബിൾ ഡിസാസ്റ്റേഴ്സ്. അതേപോലുള്ള ഇങ്ങനത്തെ ഒരുപാട് ദുരന്തങ്ങൾ എങ്ങനെ നമുക്ക് തടയാം? നമ്മൾ പാഠത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തടയാ കാര്യങ്ങളൊക്കെ. എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതി കൊടുക്കുക. ആദ്യം മൈ ലോക്കാലിറ്റി ഈസ് നോട്ട് ആൾ പ്രിപ്പയർഡ്, തീരെ തയ്യാറായിട്ടില്ല എൻ്റെ നാട്, ടു മാനേജ്, കൈകാര്യം ചെയ്യാൻ, എനി പൊട്ടൻഷ്യൽ ഡേഞ്ചർ, എന്ത് അപകടത്തിനെയും കൈകാര്യം ചെയ്യാനുള്ള ഒരു നിലക്കും എൻ്റെ നാട് ഇതുവരെ തയ്യാറായിട്ടില്ല. The streets are so narrow in the township that not even a fire truck can enter the place in a case of a fire disaster. എന്ന് പറഞ്ഞാൽ ഇതൊരു കാര്യം പറഞ്ഞാണ്. അതായത് തെരുവുകളിലൊന്നും അത്രമാത്രം ചെറിയ തെരുവുകളാണ്. അവിടെ ഒരു ഫയർഫോഴ്സിൻ്റെ ഒരു വലിയൊരു ട്രക്ക് പോലും കയറാനുള്ള സ്ഥലം ഇല്ല എന്നർത്ഥം. അപ്പോൾ മുനിസിപ്പാലിറ്റി എന്ത് ചെയ്യണം? ഇതിനുള്ള റോഡുകളൊക്കെ വീതി കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? പറയാണെന്ന് പറഞ്ഞു. ഓക്കെ,
പിന്നെ the author says that disaster management in India is the responsibility of the state. ഓതർ പറയുന്നുണ്ട്, അതായത് നമ്മളെ കഥ എഴുതിയ ആൾ അല്ലെങ്കിൽ ഇത് നമ്മളെ ലേഖകൻ, ഇവിടെ ലേഖനം എഴുതിയ ആൾ എന്ത് ചെയ്യുന്നുണ്ട്, സേസ് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ളത് ഇന്ത്യയിലുള്ളത് എന്താണ്, ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സ്റ്റേറ്റിൻ്റെ എന്താണ് ഉത്തരവാദിത്തമാണെന്ന് പറയുന്നത്, ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും. ഡു യു അഗ്രി വിത്ത് ദിസ് വ്യൂ? നിങ്ങൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? ഡു യു തിങ്ക് ദാറ്റ് ദ പീപ്പിൾ ഓഫ് അവർ കൺട്രി ഹാവ് എ റോൾ ഇൻ പ്രിവെൻറ്റിങ് ആൻഡ് മാനേജിങ് ഡിസാസ്റ്റേഴ്സ്? നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഈ ഇതുപോലുള്ള ദുരന്തങ്ങൾ തടയാനും കൈകാര്യം ചെയ്യാനുള്ള അതായത് അവർക്ക് എന്തുണ്ട്, അതിനുള്ള കൈകാര്യം ചെയ്യാനുള്ള വകുപ്പുണ്ടോയെന്ന്, അതായത് കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടോ അല്ലെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടോ, അതോ താനുണ്ടാവുന്നതാണോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുന്ന എന്ത് എഴുതി കൊടുക്കാന്ന് പറയണേ. അഥവാ ഓതർ പറയേണ്ടത് എന്ത്, ഐ ഡോണ്ട് അഗ്രി വിത്ത് ദ വ്യൂ ഓഫ് ദ ഓതർ. നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, എന്ത് നമ്മളെ ലേഖകൻ്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഇന്ത്യയിൽ എല്ലാ ദുരന്തങ്ങളും എന്തല്ല, സംസ്ഥാനം കേന്ദ്ര ഗവൺമെൻറ്റും എന്തല്ല ഉത്തരവാദിത്തപ്പെട്ടവരല്ല. കാരണം കൺട്രിക്ക് എന്തുണ്ട്, ഒരു രാജ്യത്തിന് ഫുള്ളായിട്ടും ഇങ്ങനെ ഇത് മാനേജ് ചെയ്യാനും ദുരന്തങ്ങൾ തടയാനൊക്കെ എന്തുണ്ട്, റോളൊക്കെ ഉണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും എന്ത് ഉത്തരവാദിത്തത്തിൽ ഏറ്റെടുക്കണം എന്നുള്ള ഇതില്ല. അതായത് നമുക്ക് ഒരുപാട് ദുരന്തങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് വെട്ടിക്കുറക്കാൻ കഴിയും. പക്ഷേ ജനങ്ങളുടെ എന്ത് വേണം, സഹകരണം ഇതിന് അത്യാവശ്യമാണെന്നർത്ഥം. പിന്നെ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദ മെഷേഴ്സ് ഓഫ് റീഹാബിലിറ്റേഷൻ ദാറ്റ് ആർ അഡോപ്റ്റഡ് ആഫ്റ്റർ ഈച്ച് ഡിസാസ്റ്റർ? ഡു യു തിങ്ക് ദ മെഷേഴ്സ് ആർ സഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീണ്ടും പഴയ സ്ഥിതിയിലാക്കുക, ഇതിനാണല്ലോ നമ്മളെന്ന് പറഞ്ഞത് റീഹാബിലിറ്റേഷൻ. അപ്പോൾ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നമ്മളെ ഈ ഓരോ ദുരന്തങ്ങൾ കഴിയുമ്പോൾ എന്തൊക്കെയാണ് എടുക്കാറുള്ളത് സ്വന്തം നാടുകളിലൊക്കെ. പിന്നെ ഇതുപോലെ എടുക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും മതിയാവാറുണ്ടോ, അതായത് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് തന്നെ ആക്കാൻ, പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റിയെടുക്കാൻ എടുക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും വേണ്ട രീതിയിൽ തന്നെ ആകാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിനെന്താ മറുപടി എടുക്കുക? ഒരുപാട് എന്തുണ്ടായാലുണ്ട്, എടുക്കാറുണ്ട്. പക്ഷേ ഈ മെഷേഴ്സ് ഓഫ് റീഹാബിലിറ്റേഷൻ എടുത്തതൊക്കെ ദാറ്റ് ആർ അഡോപ്റ്റഡ് ആഫ്റ്റർ ഈച്ച് ഡിസാസ്റ്റർ, ഓരോ ദുരന്തങ്ങൾക്ക് ശേഷം നടന്നത്, ആർ നോട്ട് ഗുഡ് ഇനഫ്, അത്രമാത്രം നല്ലതായിട്ടല്ല. എന്ന് പറഞ്ഞാൽ നല്ല വലിയ എന്തുണ്ടാവില്ല, പൂർവ്വസ്ഥിതിയിലാക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഒരു ഡിസാസ്റ്റർ ഹാപ്പൻസ് ഉണ്ടാകുമ്പോൾ ചീഫ് മിനിസ്റ്റർ എന്ത് ചെയ്യും, മുഖ്യമന്ത്രി ആൻഡ് സം അതർ മിനിസ്റ്റേഴ്സ്, മറ്റു മന്ത്രിമാരും ആ ഡിസാസ്റ്ററിൻ്റെ സ്പോട്ടിലേക്ക് എന്ത് ചെയ്യും, അവിടേക്ക് ഓടിച്ചെല്ലും. എന്നിട്ട് കുറച്ച് സം ഹാഫ് ഹാർട്ടഡ് മെഷേഴ്സ് ആർ ക്യാരിഡ് ഔട്ട് ജസ്റ്റ് ടു പ്ലീസ് ദ പീപ്പിൾ. ജനങ്ങളെ ഒന്ന് മതിപ്പാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ചില പകുതി ചെറിയ നിലക്ക് ചെറിയ പ്രവർത്തനങ്ങൾ നടത്തും. പക്ഷേ ഈ ഇങ്ങനത്തെ ഓരോ പ്രവർത്തനം എന്തായിരിക്കും, ജസ്റ്റ് ടെമ്പററി സൊല്യൂഷൻസ് ആയിരിക്കും, താൽക്കാലികമായിട്ടുള്ള ഓരോ പരിഹാരങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു കാലാകാലത്തേക്കുള്ള ഒരു പരിഹാരം ഉണ്ടാവില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും ചെയ്യില്ല, അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ അതാണ് പൂർവ്വസ്ഥിതിയിലേക്ക് നടത്തുന്ന വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നില്ല, കാര്യക്ഷമതയോടെ നടക്കുന്നില്ല എന്നർത്ഥം. ഇനി അടുത്ത് ഓരോ വേർഡിൻ്റെയും ഡിസാസ്റ്റർ ഇപ്പോൾ എങ്ങനെ ഉണ്ടായത്, അതിൻ്റെ റൂട്ട് എന്താണ്, അതിൻ്റെ അടിസ്ഥാനം എന്താണെന്നുള്ളതിനെ കുറിച്ച് പറയാം. ഡിസാസ്റ്റർ എന്നുള്ളതിൻ്റെ അടിസ്ഥാനം കണ്ടോ, DYS ആസ്റ്റർ, ഇത് രണ്ടും കൂടിയതാണ് എന്ത്, ഡിസാസ്റ്റർ. അപ്പോൾ ഡിസാസ്റ്റർ, ഡിസാസ്ട്രസ്, ദുരന്തപരമായിട്ടുള്ള, ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത്, ഗ്രീക്ക് പദത്തിൽ നിന്നുള്ള ആസ്ട്രോൺ എന്നുള്ള അർത്ഥത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അർത്ഥം എന്താ, സ്റ്റാർ എന്നാണ് അർത്ഥം. പിന്നെ പഴയ കാര്യങ്ങൾ ഇറ്റ് വാസ് ബിലീവ്ഡ് ദാറ്റ് സ്റ്റാർസ് ആണ് എന്ത്, മനുഷ്യൻ്റെ ലക്ഷ്യങ്ങളും അതേമാതിരി മനുഷ്യൻ്റെ വിധികളൊക്കെ എഴുതപ്പെടുന്നതിലാണ്, നക്ഷത്രങ്ങളിലാണെന്നുള്ള പണ്ടൊരു എന്തുണ്ട്, വിശ്വാസം ഉണ്ടായിരുന്നു. അതുപോലെ എന്തെങ്കിലും നിർഭാഗ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുരന്തങ്ങളൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താവും, അത് ഹാപ്പൻ ടു സമ്മൺ ബിക്കോസ് ദ സ്റ്റാർസ് വെർ നോട്ട് ഫേവറബിൾ. ആ നക്ഷത്രത്തിൽ എഴുതപ്പെട്ട കാര്യങ്ങൾ എന്തല്ല, നമുക്ക് തൃപ്തിപ്പെടുന്ന രീതിയിലുള്ളതല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതായത് നക്ഷത്രത്തിൽ അവനവൻ്റെ ഓരോരുത്തരുടെയും വിധി എഴുതപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു വിശ്വാസം എനിക്ക് പണ്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഗ്രീക്കിൽ നിന്ന് ഈ വേർഡ് വരാൻ കാരണം. പ്രീഫിക്സ് ഡിസ് എന്നുള്ള അർത്ഥം, ഡിസ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്, എതിരെ. അപ്പോൾ ആസ്ട്രോൺ എന്ന് പറഞ്ഞാൽ നക്ഷത്രവും, ഡിസ് എന്ന് പറഞ്ഞാൽ എതിരെ. അപ്പോൾ ഡിസാസ്ട്രോൺ എന്ന് പറഞ്ഞാൽ നക്ഷത്രം നമുക്ക് എതിരെ വിധിച്ചു എന്നർത്ഥം, അതായത് ദുരന്തം. ഹിയർ ഇസ് എ ലിസ്റ്റ് ഓഫ് വേർഡ്. ഇതേപോലെയുള്ള ഒരുപാട് വേർഡുകളാണ്, ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ കണ്ടെത്താൻ പറയുന്നത്. ആസ്ട്രോണമി, ആസ്ട്രോഫിസിക്സ്, ആസ്ട്രോനോട്ട്, ആസ്റ്റർ, ആസ്ട്രോളജർ, ആസ്ട്രോയിഡ്. ഇതിൻ്റെ അർത്ഥങ്ങൾ എന്താ, ആസ്ട്രോണമി എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ദ യൂണിവേഴ്സ്, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനമാണ്, ഗോളശാസ്ത്രം. ഓക്കെ. പിന്നെ ആസ്ട്രോഫിസിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഫിസിക്സ് ഓഫ് ആസ്ട്രോണമിക്കൽ ഒബ്ജക്ട്സ്, അതായത്
ഇതുപോലുള്ള ഈ എന്ത് ഈ നമ്മളെ ഭൂമിശാസ്ത്രവുമായി ഗോളശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഓരോ ഫിസിക്സിനെ പറ്റി പറയുന്നതാണ് എന്ത് ആസ്ട്രോ ഫിസിക്സ്. അതായത് ആസ്ട്രോണമിയുമായി ബന്ധപ്പെട്ടുള്ള ഓരോ വസ്തുക്കളുടെയും ഫിസിക്സിനെ കുറിച്ച് പറയുന്നതാണ്. പിന്നെ ആസ്ട്രോനോട്ട് പറഞ്ഞാൽ സ്പേസ് ട്രാവലർ, ബഹിരാകാശ എന്ത് യാത്രികൻ, അതിനാണ് എന്ത് പറയുക ആസ്ട്രോനോട്ട്. ആസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ സ്റ്റാർ ഷേപ്ഡ് സ്ട്രക്ചർ ഇൻ സെൽസ് എന്ന് പറഞ്ഞാൽ മുറികളിലൊക്കെ എന്ത് നക്ഷത്ര രീതികളിലായിട്ടുള്ള രൂപങ്ങൾ, അതിനാണ് ആസ്റ്റർ എന്ന് പറയുക. ആസ്റ്ററിസ്ക് എന്ന് പറഞ്ഞാൽ നക്ഷത്ര രൂപത്തിലുള്ള ഒരു അടയാളത്തിനാണ് എന്താ പറയുക ആസ്റ്ററിസ്ക് എന്ന് പറഞ്ഞാൽ. ഏത് അടയാളം? നമ്മളെ ഈ സ്റ്റാർ ഉണ്ടല്ലോ, ഏത് സ്റ്റാർ? ഇതാ ഈ സ്റ്റാർ കാണാത്ത ഈ സ്റ്റാറിനാണ് എന്ത് പറയുക ആസ്റ്ററിസ്ക് എന്ന് പറയാം. അപ്പോൾ ആസ്റ്ററിസ്ക് എന്ന് പറഞ്ഞാൽ ആ സ്റ്റാർ ഷേപ്പിലുള്ള രൂപത്തിനാണ് എന്ത് പറയുക ആസ്റ്ററിസ്ക്. പിന്നെ ആസ്റ്ററോയിഡ്, ആസ്റ്ററോയിഡ് പറഞ്ഞാൽ എന്താ നമ്മളെ ഇതുണ്ടല്ലോ ഉൽക്കാന്നൊക്കെ പറയില്ലേ മലയാളത്തിൽ പറയണ ആ സാധനത്തിനാണ്. അതായത് ഓരോ പാറകളായിട്ടുള്ള സാധനങ്ങൾ, അതാണ് എന്ത് തിരിച്ച് ഇങ്ങോട്ട് വരാറുള്ളത് നമ്മളെ ഭൂമിയിലേക്ക്, അങ്ങനെ ഉൽക്കാന്നൊക്കെ പറയും, അങ്ങനെയാണ് ആസ്റ്ററോയിഡ് പറയും. പിന്നെ അടുത്ത് ആക്ടിവിറ്റി 5 താഴെയുള്ള ഒരു എന്താണ് ഒരു പസിലാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം പൂരിപ്പിക്കണം. പൂരിപ്പിക്കാൻ അറിയാത്തവർ എന്ത് ചെയ്യുക ഇതിൽ നോക്കുക, അതിലുണ്ട്. അതായത് ഡിസാസ്റ്റർ, ഇംപെൻഡിങ്, കോൺസെപ്റ്റ്, പിന്നെ കറൻസി, ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്വിസ്റ്റർ ഇത് പൗസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക നോക്കുക. ഓക്കെ. പിന്നെ ആക്ടിവിറ്റി 6 എന്താണ് അടുത്ത ആക്ടിവിറ്റി? ദ ഓതർ സേസ് ദാറ്റ് ഓഫ് ആൾ ദ ഡിസാസ്റ്റേഴ്സ് ഫ്ലഡ്സ് ആർ ദി മോസ്റ്റ് കോമൺ. എല്ലാ ദുരന്തങ്ങളിൽ നിന്നും വെള്ളപ്പൊക്കമാണ് ഏറ്റവും കൂടുതലും കോമൺ ആയിട്ടുള്ളത്. ഇന്ത്യ, ചൈന, ബംഗ്ലാദേശിലൊക്കെയാണ് എന്ത് ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം ഉള്ളത്. ഇനി കേരളത്തിലും എന്തുണ്ട് വി എക്സ്പീരിയൻസ് ഒരുപാട് വെള്ളപ്പൊക്കങ്ങൾ നമ്മൾ മഴക്കാലത്ത് നമ്മൾ കൊണ്ടിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യും വെള്ളത്തിൻ്റെ ലെവൽ എന്ത് ചെയ്യും ഉയർന്നു പോകും. എന്നിട്ട് ഒരുപാട് നാടുകളൊക്കെ എന്ത് ചെയ്യും വെള്ളപ്പൊക്കത്തിലാവും. ഈ വെള്ളപ്പൊക്കം ഉണ്ടാവാനുള്ള ഓരോ കാരണങ്ങൾ എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാവാനുള്ള കാരണങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്താനേ പറഞ്ഞു. ആ റിപ്പോർട്ട് ഇവിടെ ഉണ്ട്. എന്താണ് ഒരുപാട് കാരണങ്ങളുണ്ട് ഫോർ ദ ഫ്ലഡിങ്ങിന്, അതായത് വെള്ളപ്പൊക്കത്തിന്. നമുക്ക് അതിനെ 2 കാറ്റഗറി ആക്കാം. ഒന്നാമത്തെ ഗ്രൂപ്പിൽ എന്താണ് നാച്ചുറൽ കോസസ്, പ്രകൃതിപരമായിട്ടുള്ള കാരണങ്ങൾ. ഹൈ റെയിൻഫാൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ, പിന്നെ സ്നോ മെൽറ്റ് മഞ്ഞുരുകുന്നത്, പിന്നെ റിലീഫ് ഇൻ ലോ ലയിങ് ഏരിയാസ് റിവേഴ്സ് ഫ്ലോ വെരി സ്ലോലി എന്ന് പറഞ്ഞാൽ വെള്ളം എന്ത് ഒഴുകാതെ വെക്കുക, ചലിക്കാതെ വെക്കുക, അതായത് ഒഴുകി പോകേണ്ട വെള്ളങ്ങൾ അവിടെ കെട്ടിക്കുക. സോ ദ വാട്ടർ വോളിയം എന്താവും കൂടുതലാവും. പിന്നെ കോസ്റ്റൽ ഫ്ലഡിങ് തീരപ്രദേശത്തുള്ള എന്ത് വെള്ളപ്പൊക്കങ്ങൾ, അതായത് തിരമാലകളൊക്കെ അടിച്ചിട്ട് എന്ത് ചെയ്യുക കൂടുക. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ വി ഹാവ് ഹ്യൂമൻ കോസസ്, മറ്റു മനുഷ്യരുണ്ടാക്കുന്ന ഓരോ കാരണങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ് ഡീഫോറസ്റ്റേഷൻ കാട് വെട്ടൽ, പിന്നെ പുവർ ഫാമിങ് എന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ള എന്ത് കൃഷി, അതായത് കൃഷി നേരക്ക് ഇതാക്കാതെ ഓവർ ഗ്രേസിങ്, നമ്മളെ മേയ്ച്ചിലൊക്കെ ഒരുമാതിരി കൂടുതൽ മേയ്ച്ചിട്ട് സ്ഥലങ്ങൾ എന്ത് ചെയ്യുക കേടുത്തുക, അല്ലെങ്കിൽ ഓവർ കൾട്ടിവേഷൻ കൊയ്തെടുക്കുന്നതൊക്കെ കൂട്ടി കൃഷി ചെയ്ത് എന്ത് ചെയ്യുക മണ്ണിൻ്റെ ഇത് നഷ്ടപ്പെടുക. അപ്പോൾ വിച്ച് മേക്സ് ദ ടോപ്പ് സോയിൽ എന്താവും വാഷ്ഡ് അവേ, വളരെ മോശമാക്കി മാറ്റും. പിന്നെ പുവർ വാട്ടർ മാനേജ്മെൻറ്റ്, വെള്ളത്തിൻ്റെ കൈകാര്യം ചെയ്യലൊക്കെ എന്ത് വളരെ മോശമായിട്ട് ചെയ്യാം. പിന്നെ പോപ്പുലേഷൻ പ്രഷറും. അപ്പോൾ ഇതൊക്കെ കാരണങ്ങളാണ് എന്ത് നമ്മളെ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാവാനുള്ള കാരണം. ആക്ടിവിറ്റി 7 ആണ്. വി ആർ ഹൈലി വൾണറബിൾ ടു മെനി നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. നമ്മൾ ഒരുപാട് പ്രകൃതിപരമായിട്ട് ദുരന്തങ്ങൾക്ക് എന്താണ് നമ്മൾ ആക്രമണത്തിന് ഇരയായവരാണ്. വൈൽ സം ഫെയിൽ ടു ആക്ട് ഇൻ ദ മൊമെന്റ് ഓഫ് ക്രൈസിസ്. ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മളെന്താവും ചില ആളുകളൊക്കെ ആ കൃത്യസമയത്ത് അതിനെതിരെ പ്രവർത്തിക്കാൻ എന്ത് ചെയ്യും തോറ്റുപോകും അല്ലേ. ഓഫ് ദീസ് ഓർ ബിക്കം ചിലരെന്താവും വിക്ടിംസ് ആവും, അതായത് ഇരകളാവും ഓഫ് ദീസ് ഡിസാസ്റ്റേഴ്സ്, ഈ ദുരന്തങ്ങളുടെ. സം അതേഴ്സ് ചില ആൾക്കാർ എന്താവും റൈസ് അപ്പ് ടു ദ ഒക്കേഷൻ, ആ അവസരത്തിന് എന്ത് ചെയ്യും ഉയർന്നു വരും. എന്നിട്ട് ഒരുപാട് വിക്ടിംസിന് എന്ത് ചെയ്യും ഇരകളെ സഹായിക്കും. ഇയർ ഈസ് ഒരു ന്യൂസ് റിപ്പോർട്ടറാണ് ന്യൂസ് പേപ്പറിൻ്റെ റിപ്പോർട്ടാണ് താഴെ കൊടുത്തിട്ടുള്ളത്. 4 കുട്ടികൾ എങ്ങനെയാണ് അവർ ധീരശാല അവാർഡുകൾ അവരെന്ത് ചെയ്തു നേടിയെടുത്തു. അവരുടെ ആ ഒരു കൃത്യസമയത്തുള്ള യഥാർത്ഥ ആ ഒരു ടൈംലി ആൻഡ് ഹീറോയിക് ആക്ഷൻ, കറക്റ്റുള്ള അവരെ വളരെ ഹീറോയിക് ആയിട്ടുള്ള അവരുടെ ആക്ഷന് കാരണം ദുരന്തത്തിൻ്റെ സമയത്ത് അവരെ ഒരുപാട് ധീരശാല അവാർഡുകളൊക്കെ അവർക്ക് കിട്ടി. അങ്ങനെ 4 കുട്ടികളുടെ ഒരു റിപ്പോർട്ടാണ് തിരുവനന്തപുരത്തുണ്ടായതാണ് കേട്ടോ. ബ്രേവറി അവാർഡ് ഫോർ ചിൽഡ്രൻ, കുട്ടികൾക്ക് ധീരശാല അവാർഡുകൾ. തിരുവനന്തപുരത്ത് നടന്നതാണ്. 4 കുട്ടികൾ എന്ത് ചെയ്തു ഫ്രം കേരള വിൽ ബി അമംഗ് ദി റെസിപ്പിയൻസ് ഓഫ് ദിസ് ഇയേഴ്സ് നാഷണൽ ബ്രേവറി അവാർഡ്.
നാഷണൽ ബ്രേവറി അവാർഡ് കിട്ടാൻ പോകുന്ന ഈ വർഷത്തിലെ 4 കുട്ടികളാണ്, കേരളത്തിൽ 4 കുട്ടികളാണ്. അറ്റ് ദ നെക്സ്റ്റ് റിപ്പബ്ലിക് ഡേ ഫംഗ്ഷൻ, റിപ്പബ്ലിക് ഡേ ആഘോഷത്തിന് അന്ന് ന്യൂഡൽഹി. ഇതിലുള്ള ജിസ്മി PM ഇവർ സെലക്ട് ചെയ്തത് എന്താണ്? ഫോർ ദ ഗീത ചോപ്ര അവാർഡിനാണ്. വിഷ്ണുദാസ് K ഇത് വിന്നർ ഓഫ് ദി ബാബു ഗേദനി അവാർഡിന്റെ വിന്നറാണ്. പിന്നെ അനൂപമും രാജ്നാരായണും എന്ത് ചെയ്തു? രണ്ടാളും സെലക്ടഡ് ഫോർ ജനറൽ അവാർഡ്. ജിസ്മി എന്താ ചെയ്തത്? 12 വയസ്സുകാരിയാണ്. നേറ്റീവ് ഓഫ് പെരിഞ്ചേരി നാട്ടുകാരിയാണ്. നേറ്റീവ് പറഞ്ഞാൽ അവിടുത്തെ ദേശക്കാരി. തൃശ്ശൂരിലുള്ള ജില്ലയിലുള്ള പെരിഞ്ചേരി ഭാഗത്തുള്ളതാണ്. വാസ് ചോസൺ അവർ തിരഞ്ഞെടുക്കപ്പെട്ടത് ഫോർ ദ അവാർഡ് ഫോർ സേവിങ് എ വുമൺ ഒരു സ്ത്രീയെ രക്ഷിച്ചതിനാണ്. ആൻഡ് ഹർ 2 ചിൽഡ്രൻ 2 കുട്ടികളെയും ഫ്രം ഡ്രൗണിങ് ഇൻ എ പോണ്ട് ഒരു തടാകത്തിൽ പോയിരുന്ന 2 കുട്ടികളെയും സ്ത്രീകളെ അവർ രക്ഷിച്ചു. എ ക്ലാസ് 9 സ്റ്റുഡൻറ് ഓഫ് ദി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അറ്റ് ചെറുപ്പു 9ാം ക്ലാസ്സിലെ ഒരു കുട്ടി ജിസ്മി ഈസ് ദ ഡോട്ടർ ഓഫ് എ മാനുവൽ ലേബറർ ഒരു സാധാ ഒരു തൊഴിലാളിയുടെ മകളാണ്. വിഷ്ണുദാസ് എന്താ അവാർഡ് കിട്ടിയതാണ്? ഫോർ സേവ് 2 കുട്ടികളെ രക്ഷിച്ചതാണ് ഫ്രം എ വാട്ടറി ഗ്രേവ് ഇതേപോലെ ഒരു വെള്ളത്തിൻ്റെ നിന്ന്. എ നേറ്റീവ് ഓഫ് പാലക്കാട് നാട്ടുകാരനാണ്. ഈസ് എ +1 സ്റ്റുഡൻ്റ് ആണ് ഓഫ് ദി ശ്രീ ശങ്കര ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ ലക്കിടിയിലുള്ള. അനൂപ് എന്താണ്? ക്ലാസ് 8 സ്റ്റുഡൻ്റ് ആണ് അറ്റ് ദ ബിഷപ്പ് കുര്യാലഞ്ചേരി പബ്ലിക് സ്കൂൾ അറ്റ് ചമ്പക്കുളം. ബാഗ്ഡ് ദ അവാർഡ് നേടി കേട്ടോ. ബാഗ്ഡ് ദ അവാർഡ് നേടി ഫോർ സേവിങ് എ 5-year-old ഡ്രൗണിങ് ഇൻ എ ലേക്ക്. അതായത് 5 വയസ്സായ കുട്ടി വെള്ളത്തിൽ തടാകത്തിൽ മുങ്ങിപ്പോയി. ആ കുട്ടിനെ രക്ഷിച്ചു. രാജ്നാരായണൻ ദ 4th നോമിനി 4ാമത്തെ സമ്മാനത്തിന് അർഹനായ ആൾ വാസ് സെലക്ടഡ് അതായത് തിരഞ്ഞെടുക്കപ്പെട്ട് ഫോർ സേവിങ് എ ബോയ് ഒരു കുട്ടിയെ രക്ഷിച്ചതിനാണ് ഫ്രം ഡ്രൗണിങ് ഇൻ എ റിവർ ഒരു നദിയിലെ മുങ്ങിപ്പോയിരുന്നു ഇൻ ആലപ്പുഴ. രാജ് ഈസ് എ ക്ലാസ് 9 സ്റ്റുഡൻറ് അറ്റ് ദ NSS ഹൈസ്കൂൾ കുട്ടനാടിലുള്ള 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനാര്? രാജ്. ജനറൽ സെക്രട്ടറി ഓഫ് ദി കേരള സ്റ്റേറ്റ് ചൈൽഡ് വെൽഫെയർ കൗൺസിൽ P കൃഷ്ണനും. പിന്നെ സെറ്റ് ജിസ്മി ഇസ് ദ എന്താണ്? ഫസ്റ്റ് വിന്നർ ഓഫ് ഗീത ചോപ്ര അവാർഡ്. ജിസ്മിക്കാണ് ആദ്യത്തെ എന്ത് വിന്നർ എന്നുള്ള അർത്ഥം. ഇതുപോലെയുള്ള ഒരുപാട് ന്യൂസ് റിപ്പോർട്ടുകൾ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? കാണിച്ചു കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ.